ഹായ് ഫ്രണ്ട്സ്, ഒരു സത്യം പറയട്ടെ. മനുഷ്യർക്ക് റൂൾസും റെസ്ട്രിക്ഷൻസും ഫോളോ ചെയ്യുന്നതും തീരെ ഇഷ്ടമല്ല. എന്നാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതെല്ലാം പാലിക്കേണ്ടി വരികയും ചെയ്യും. ജീവിതത്തിൽ ഒരിക്കലും റൂൾസ് ഒന്നുമില്ലാതെ ജീവിക്കാൻ പറ്റുകയില്ല. റൂൾസ് നമ്മുടെ ജീവിതത്തിൽ ഡിസിപ്ലിൻ കൊണ്ടുവരുന്നു. അതുപോലെ നമ്മുടെ റിലേഷൻഷിപ്പിലും നമ്മുടെ ബോണ്ടേജുകളെയും ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ റൂൾസ് പലപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഓതർ ജോർഡൻ പീറ്റർസൺ പറയുകയാണ്, അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മോശമായ സ്വഭാവങ്ങൾ എടുത്ത് കളയണമെങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് നിറയ്ക്കണമെങ്കിൽ, അതായത് നമ്മുടെ ജീവിതത്തിൽ പരമാവധി പ്രശ്നങ്ങൾ കുറഞ്ഞ് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ല റൂളുകളെ തീർച്ചയായും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്. ഇത് നിങ്ങൾക്ക് നല്ലൊരു ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിക്കുവാൻ ഹെൽപ്പ് ചെയ്യും. എന്നാൽ കൺഫ്യൂഷൻ ഇവിടെയാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ബെറ്റർ ആക്കി മാറ്റുവാൻ വേണ്ടി ഏതെല്ലാം റൂൾസ് ആണ് തീർച്ചയായും ഫോളോ ചെയ്യേണ്ടത്? നമ്മുടെ ഓതർ കോറയിൽ ആക്റ്റീവ് ആയിരുന്ന സമയത്ത് ഒരാൾ അദ്ദേഹത്തിനോട് ഈ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതായത്, ഒരു നല്ല ജീവിതം ജീവിക്കുവാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നായിരുന്നു ചോദ്യം. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ, പഴയ റിസർച്ചുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു ഉത്തരം പറഞ്ഞു കൊടുത്തു. ഈ ഉത്തരം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും അദ്ദേഹത്തിന് നല്ല ഫീഡ്ബാക്ക് കൊടുത്തു. ഇതിലൂടെ ഓതർക്ക് ഒരു കാര്യം പിടികിട്ടി, അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസ് ലോകത്തിന് അവരുടെ ലൈഫുമായി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു പുസ്തകം തന്നെ എഴുതിയുണ്ടാക്കി. അതിൽ 12 തരം പ്രിൻസിപ്പിളുകളാണ് പറയുന്നത്. അത് ആളുകളെ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ഫുൾഫിൽഡ് ആയിട്ടുള്ള ലൈഫ് ജീവിക്കുവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആ ബുക്കിലെ 3 റൂളുകളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ അത് പറയുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിന്റെ സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരാം. സോ ലെറ്റ്സ് ബിഗിൻ. ഫ്രണ്ട്സ്, ഇങ്ങനെ ലോകത്തിലെ ബെസ്റ്റ് സെല്ലർ ബുക്സ് എല്ലാം ഇതുപോലെ ചില പ്രശസ്തരായ ഓതർമാരുടെ ലൈഫിലെ നിർണായകമായൊരു ഘട്ടത്തിൽ എഴുതിയ അതിശക്തമായ വാക്കുകളായിരിക്കും. അത്തരത്തിലുള്ള അതിശക്തമായ റെയർ ബുക്സിന്റെ കണ്ടന്റ്സ് നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ ഉതകുന്നതായിരിക്കും. എന്നാൽ ബുക്സ് വായിക്കാൻ ടൈമോ കോൺസെൻട്രേഷനോ ഒന്നും ഇല്ലാത്ത ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കായി അത്തരം പവർഫുൾ ബുക്സ് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം, നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിൽ. അതും ടൈം ഫോർ ഗ്രേറ്റ്നസ് എന്ന ആപ്ലിക്കേഷനിലൂടെ. ടൈം ഫോർ ഗ്രേറ്റ്നസ് എന്ന നമ്മുടെ ആപ്ലിക്കേഷനിൽ മലയാളം ഓഡിയോ വെർഷൻസ് അവൈലബിൾ ആണ്. ഇതിൽ ഫ്രീ വീഡിയോ ആൻഡ് ഓഡിയോ ബുക്കുകളുണ്ട്. ഇതുകൂടാതെ സൈക്കോളജി, റിലേഷൻഷിപ്പ്, ഫിനാൻസ്, ലൈഫ് സ്റ്റൈൽ എന്നിങ്ങനെ പല കാറ്റഗറികളിലുള്ള ബുക്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുവാനും കഴിയും. ഈ ആപ്പിന്റെ മറ്റൊരു വിശേഷത ഇതിനകത്തുള്ള കോംബോ ഓഫറുകളാണ്. ആകർഷകമായ പുതിയ ചില കോംബോ ഓഫറുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. 3 ലൈഫ് ചേഞ്ചിങ് ബുക്സ് അടങ്ങിയ ലൈഫ് ചേഞ്ചിങ് കോംബോ, 4 ബുക്സ് ഉൾപ്പെടുന്ന മാഗ്നറ്റിക് ആൻഡ് പവർഫുൾ കോംബോ, 3-in-1 കോംബോ, അതുപോലെ ഫിനാൻഷ്യൽ നോളജ് ഇംപ്രൂവ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള 4 പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന 4-in-1 ഫിനാൻഷ്യൽ കോംബോ. ഈ കോംബോകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ബുക്കുകൾ നിങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വിലയുടെ പകുതി വില പോലും ഈ കോംബോകൾക്ക് നൽകുന്നില്ല. അതുപോലെ തന്നെ ഈ ഓഡിയോ ബുക്സ് സിംഗിളായി നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് വളരെ ലാഭകരമാണ് ഈ കോംബോസ് പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനമായി പുറത്തിറങ്ങിയ 4 മികച്ച ബുക്സിന്റെ കോംബോ ഒന്നുകൂടെ പരിചയപ്പെടുത്തുകയാണ്. ഹൗ ടു ബിൽഡ് സെൽഫ് ഡിസിപ്ലിൻ, 48 ലോസ് ഓഫ് പവർ, ഹൗ ടു ടോക്ക് ടു എനിവൺ ആൻഡ് ബോഡി ടോക്ക്. ഈ 4 പുസ്തകങ്ങളാണ് ഈ കോംബോയിലുള്ളത്. ഈ 4 ബുക്സ് നിങ്ങൾ സെപ്പറേറ്റ് ആയി പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 899 രൂപയാണ് വരുന്നത്. എന്നാൽ ഈ കോംബോ ഓഫറിലൂടെ ഇത് നിങ്ങൾക്ക് 799 രൂപയ്ക്കാണ് ലഭിക്കുന്നത്. സോ ഫ്രണ്ട്സ്, നിങ്ങൾ തീർച്ചയായും ടൈം ഫോർ ഗ്രേറ്റ്നസ് എന്ന ആപ്ലിക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് ഈ പുതിയ കോംബോ ഓഫറുകളെയും മറ്റെല്ലാ ബുക്സിനെയും ഡീറ്റെയിൽ ആയി നോക്കി നോക്കൂ. ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫ് ഇവിടെ വെച്ച് മാറുവാൻ സാധ്യതയുണ്ട്. വരും നമുക്ക് തിരിച്ച് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ റൂളാണ് ഫിക്സ് യുവർ പോസ്ചർ. നിങ്ങൾ ചിലരെങ്കിലും ഈ കാര്യം ശ്രദ്ധിച്ചിട്ടാവും. ഈ ലോബ്സ്റ്റേഴ്സിനെ നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോബ്സ്റ്റേഴ്സിന്റെ ടെറിട്ടറി ചേഞ്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ 2 ലോബ്സ്റ്റേഴ്സ് തമ്മിൽ എപ്പോഴും യുദ്ധം ചെയ്യാൻ തുടങ്ങും. എന്തുകൊണ്ടെന്നാൽ ലോബ്സ്റ്റേഴ്സ് എപ്പോഴും അവരുടെ ഒരു ഏരിയയിൽ ഒറ്റയ്ക്ക് അധികാരത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. ഈ ലോബ്സ്റ്റേഴ്സിന്റെ ഇടയിൽ 4 തരത്തിലാണ് ഫൈറ്റ് നടക്കാറുള്ളത്. ഒന്നാമത്തെ രീതി അവരുടെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അതായത്, ഒരു ലോബ്സ്റ്റർക്ക് അതിന്റെ ഒപ്പോണന്റായി നിൽക്കുന്ന ലോബ്സ്റ്റർ കുറച്ച് ബിഗ് സൈസ് ആണെന്ന് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ലോബ്സ്റ്റർ ആ ഫൈറ്റിൽ നിന്ന് പിൻവാങ്ങുകയും എവിടേക്കെങ്കിലും ഓടിപ്പോവുകയും ചെയ്യും. രണ്ടാമത്തതാണ് സെയിം സൈസ് ലോബ്സ്റ്റേഴ്സിന്റെ ഫൈറ്റ്. ഒരേ സൈസിലുള്ള 2 ലോബ്സ്റ്റേഴ്സ് തമ്മിലാണ് യുദ്ധമെങ്കിൽ അവർ രണ്ടുപേരും തന്റെ ശരീരത്തിനെ പല രീതികളിലും ഭീകരമായി പ്രദർശിപ്പിച്ചുകൊണ്ട് പരസ്പരം പേടിപ്പിക്കാൻ ശ്രമിക്കും. ഇതിൽ ആരാണോ ആദ്യം പേടിച്ച് പിൻവാങ്ങുന്നത് അവരാണ് തോറ്റുപോവുക. മൂന്നാമത്തെ മെത്തേഡാണ്, ഈ 2 പേരിൽ ആരും പേടിക്കുന്നില്ല എങ്കിൽ അവർ തമ്മിൽ ഭയങ്കരമായ ഫൈറ്റ് ആരംഭിക്കും. തന്റെ ഒപ്പോണന്റിനെ മലർത്തി അടിച്ചാൽ മാത്രമേ അവരുടെ ഫൈറ്റ് തീരുകയുള്ളൂ. 4ാമത്തെ 5ാമത്തെ കണ്ടീഷൻ വളരെ ഡേഞ്ചറസ് ആയിരിക്കും. ഈ സ്റ്റേജിൽ ലോബ്സ്റ്റേഴ്സ് പരസ്പരം വളരെ മോശമായ രീതിയിലുള്ള ഫൈറ്റ് ആയിരിക്കും നടക്കുക. പരസ്പരം വളരെ വലിയ ആക്രമണം ഉണ്ടാകും, മുറിവുകളും ഉണ്ടാക്കും. ചില സമയത്ത് ഇതിൽ ഒരെണ്ണത്തിന്റെ ജീവൻ പോകാൻ വരെ സാധ്യതയുണ്ട്. ഈ ലോബ്സ്റ്റേഴ്സ് അവരവരുടെ ടെറിട്ടറിയിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. എന്നാൽ തോറ്റു പോകുന്ന ലോബ്സ്റ്റേഴ്സിന്റെ ഉള്ളിൽ ഒരു ഹോർമോൺ ഉണ്ടാകും. ഈ ഹോർമോൺ കാരണം ആ തോറ്റ ലോബ്സ്റ്റർ പിന്നീട് ഒരുപാട് ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. അതായത്, ഈ തോറ്റുപോകുന്ന ലോബ്സ്റ്ററിന്റെ ഉള്ളിൽ സെറട്ടോണിൻ എന്ന ഹോർമോൺ പിന്നീട് ഉണ്ടാകുന്നത് കുറയും. മാത്രമല്ല, സ്വയം ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ഒക്ടോപമിൻ എന്ന ഹോർമോൺ കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും.
അത് കാരണം ഈ തോറ്റുപോകുന്ന ലോബ്സ്റ്റർ തന്റെ ബോഡി ചെറുതാക്കിയിട്ട് പിൻവാങ്ങി പോകും. ഇനി ഫ്യൂച്ചറിൽ ഒരിക്കലും ഇതുപോലെ ഏതെങ്കിലും മറ്റൊരു എതിരാളിയുടെ മുന്നിൽ പോരാടേണ്ടി വന്നാൽ പെട്ടെന്ന് തന്നെ തോറ്റു പോവുകയും ചെയ്യും. എന്നാൽ ഫൈറ്റിൽ ജയിക്കുന്ന ലോബ്സ്റ്ററിന്റെ ഉള്ളിൽ സെറട്ടോണിൻ ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടും. അതിലൂടെ ആ ലോബ്സ്റ്ററിന്റെ ഉള്ളിൽ ഹൈ കോൺഫിഡൻസ് ഉണ്ടാകും. ആ ലോബ്സ്റ്ററിന് സ്വയം ഞാനൊരു രാജാവാണെന്നൊക്കെ തോന്നാൻ തുടങ്ങും. അതിനുശേഷം ആ ലോബ്സ്റ്ററിന്റെ ഉള്ളിൽ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടാകും. പിന്നെ അതിനുശേഷം ആ ലോബ്സ്റ്റർ ഏതൊരു എതിരാളിയുടെ കൂടെ ഫൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരിക്കലും തോൽക്കുകയില്ല, എല്ലായിടത്തും വിജയിക്കും. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജീവികളുടെ ഇടയിൽ നടക്കുന്ന ഈ ഒരു കാര്യം ഇതേപോലെ തന്നെയാണ് മനുഷ്യനിലും നടക്കുന്നത്. അതായത് ജീവിതത്തിൽ കുറച്ച് സമൃദ്ധി നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി വർദ്ധിച്ചു ിരിക്കും. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഒരു സക്സസ് നേടിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ സെറട്ടോണിൻ എന്ന ഹോർമോൺ ഇൻക്രീസ് ആവും. അതേപോലെ വേറൊരാൾ ഫെയിൽ ആയി എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ റിജക്ഷൻ ഫീൽ ആയി എന്നിരിക്കട്ടെ, പിന്നീട് ആ വ്യക്തിക്ക് ഫ്യൂച്ചറിൽ വീണ്ടും റിജക്ഷനും ഫെയിലിയറും നേരിടേണ്ടതായിട്ട് വരും. എന്തുകൊണ്ടെന്നാൽ അവരുടെ ഉള്ളിലെ കോൺഫിഡൻസ് കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ആയി പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ. അതായത് ലോകത്തിലെ അത്ലറ്റിക്സ് ഉണ്ടല്ലോ, അതിൽ എല്ലാ അത്ലറ്റിക്സിനെയും എല്ലാവർക്കും ഇഷ്ടമല്ല, കുറച്ചുപേരെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ഈ ലോകത്തിലുള്ള മുഴുവൻ സമ്പത്തിന്റെയും വലിയൊരു ഭാഗം മുഴുവനും കുറച്ച് ആളുകളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അതുപോലെ ഈ ലോകത്തിലെ ബിസിനസ്മാൻമാരിൽ കുറച്ച് ബിസിനസ്മാൻമാർ മാത്രമാണ് അവരുടെ കമ്പനിയെ കണ്ടിന്യൂ ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എല്ലായിടത്തും തിളങ്ങുന്ന ഹ്യൂമൻ ബീയിങ്സിനെയാണ് നമ്മൾ ടോപ്പ് ക്ലാസ് ഹ്യൂമൻസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ പ്രോബ്ലംസിനെ എല്ലാം ഇല്ലാതെയാക്കിയിട്ട് നിങ്ങൾക്കൊരു ടോപ്പ് ക്ലാസ് ഹ്യൂമൻ ബീയിങ് ആയി മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പോസ്ചറിലാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ എങ്ങനെ കീപ്പ് ചെയ്യുന്നു എന്നുള്ളത് കണ്ട് മറ്റുള്ളവർക്ക് നിങ്ങളൊന്നും പറയാതെ തന്നെ നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. നമ്മളുടെ ഇടയിൽ കുറെ ആളുകൾ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും, വളരെ ബെൻഡായി തളർന്ന അവസരമായി നടക്കുന്ന ഒരു അവസ്ഥ. ഇത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലും ഒക്ടോപ്പമൈൻ എന്ന ഹോർമോൺ ഉണ്ടാകാൻ തുടങ്ങും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ പോസ്ചർ ലെവൽ കറക്റ്റ് ആയിരിക്കണം. ഓദർ പറയുകയാണ്, നിങ്ങളുടെ പോസ്ചർ ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി നിങ്ങൾ ഒരു കാര്യം മാത്രം ഓർമ്മിച്ചാൽ മതി. സ്റ്റാൻഡ് അപ്പ് സ്ട്രെയിറ്റ് വിത്ത് യുവർ ഷോൾഡേഴ്സ് ബാക്ക്. നിങ്ങൾ നിങ്ങളുടെ ഷോൾഡറുകളെ കുറച്ച് ബാക്കിലേക്കാക്കി നിങ്ങളുടെ തല കുറച്ച് ഉയർത്തിയിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ഇടയിൽ വളരെ ഡിഫറന്റ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് മാറും. നിങ്ങളുടെ ഈ വരവ് കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ മനസ്സിലാക്കാനും നിങ്ങളെക്കുറിച്ച് വലിയൊരു മതിപ്പുണ്ടാക്കാനും കഴിയും. നമ്പർ 2, ട്രീറ്റ് യുവർ സെൽഫ് ലൈക്ക് യു ആർ റെസ്പോൺസിബിൾ ഫോർ ഹെൽപ്പിംഗ്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ആരോഗ്യം മോശമായി എന്നിരിക്കട്ടെ, ഈ രോഗം പൂർണ്ണമായിട്ടും ഭേദമാകണമെങ്കിൽ നിങ്ങൾ ഈ മരുന്ന് 2 മാസം കണ്ടിന്യൂ ആയിട്ട് കഴിക്കണമെന്ന് ഡോക്ടർ നിങ്ങളോട് പറഞ്ഞു എന്നിരിക്കട്ടെ. ഈ സിറ്റുവേഷൻ നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എന്തെല്ലാം സംഭവിക്കുവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്? നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ, കുറച്ച് ദിവസം നിങ്ങൾ നന്നായി മരുന്ന് കഴിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾ പ്രോപ്പറായി മരുന്ന് കഴിക്കുന്നത് മറക്കാൻ തുടങ്ങും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി കുറച്ച് മെച്ചപ്പെട്ടു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 മാസം കഴിക്കേണ്ട മരുന്ന് 1 മാസം കഴിച്ചിട്ട് നിർത്തും, പിന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുകയില്ല. എന്നാൽ ഇനി നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, നിങ്ങൾക്കല്ല അസുഖം വന്നത്, നിങ്ങളുടെ പാരന്റ്സിനാണ് അസുഖം വന്നത് എന്നിരിക്കട്ടെ. ഡോക്ടർ അവരോടും ഇതേ കാര്യമാണ് പറഞ്ഞത്, അതായത് നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ 2 മാസത്തേക്ക് മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ. ഡോക്ടർ നിങ്ങളോടാണ് പാരന്റ്സിന് മരുന്ന് കൊടുക്കേണ്ട കാര്യം ഏൽപ്പിച്ചതെന്ന് ഇരിക്കട്ടെ. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയുണ്ടായിരിക്കും? നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനെ കണ്ടിന്യൂസ്ലി മെഡിസിൻ കഴിക്കുവാൻ വേണ്ടിയിട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഇടയ്ക്കിടെ പരിശോധിക്കും, അതായത് നിങ്ങളുടെ പാരന്റ് പ്രോപ്പറായിട്ട് മെഡിസിൻ കഴിക്കുന്നുണ്ടോ മുടക്കുന്നില്ലല്ലോ എന്നെല്ലാം നിങ്ങൾ നോക്കും. ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും, അതായത് നിങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ളവരെയാണ് കെയർ ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എങ്ങനെയാണെന്ന് അറിയുക പോലുമില്ല. നിങ്ങൾക്ക് മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും എളുപ്പമായിരിക്കും. നമ്മളുടെ ഒരു കാര്യത്തിന് നമ്മൾ ഒരിക്കലും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല, നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിന് കൊടുക്കുന്ന അത്ര. ഒന്നുകൂടെ ക്ലിയർ ആയി പറഞ്ഞു തരാം, നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന അത്ര പോലും നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നതാണ് ഇതിന്റെ അർത്ഥം. എന്നാൽ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ചിന്തിച്ചാൽ മറ്റൊരു കാര്യം പറഞ്ഞു തരാം, ഇത് സ്നേഹത്തിന്റെ കാര്യമല്ല. സ്നേഹം ഡിഫറന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ വിഷയം കിടക്കുന്നത് റെസ്പോൺസിബിലിറ്റിയുടേതാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ നമ്മളുടെ ഒപ്പമുള്ള ആളുകളെ കെയർ ചെയ്യുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ന് കരുതിയിട്ടുണ്ട്. എന്നാൽ ഓദർ പറയുകയാണ്, നിങ്ങൾ ഈ ഉത്തരവാദിത്ത ബോധം മറ്റുള്ളവരുടെ കാര്യത്തിൽ എത്രത്തോളം ഇംപ്ലിമെന്റ് ചെയ്യുന്നുവോ അതേ ഉത്തരവാദിത്വം നിങ്ങൾക്ക് നിങ്ങളോടും ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ഓരോ ജീവിയും അവനവന് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഓദർ വളരെ പ്രാക്ടിക്കൽ ആയിട്ട് ഒരു കാര്യം പറഞ്ഞു തരികയാണ്. നമ്മുടെ വാല്യൂസ് ഉണ്ടല്ലോ, അതായത് നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളെല്ലാം നമ്മൾ എവിടെയെങ്കിലും എഴുതി വെക്കണം. ഇടയ്ക്കിടെ അതെടുത്ത് വായിച്ചു നോക്കുകയും അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുകയും വേണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നിങ്ങൾ ചെയ്യുവാൻ നിർബന്ധിതനായതുകൊണ്ട് ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ പ്രശംസിക്കണം. അതായത് നിങ്ങൾ അത് ചെയ്തേ പറ്റൂ, പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമില്ല. അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മോട്ടിവേഷൻ ആവശ്യമാണ്. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങൾക്ക് തന്നെ റിവാർഡ് കൊടുത്തുകൊണ്ടിരിക്കണം. തേർഡ് പോയിന്റ്, കമ്പയർ യുവർ സെൽഫ് ടു ഹൂ യു ആർ യെസ്റ്റർഡേ, നോട്ട് ഹൂ സമൺ എൽസ് ഈസ് ടുഡേ.
നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യും, നിങ്ങൾ യൂട്യൂബിൽ ഒരു ചാനൽ ആരംഭിച്ചു എന്നിരിക്കട്ടെ. പിന്നെ നിങ്ങൾ ആ ചാനലിനെ വളർത്തിയെടുക്കുവാൻ വേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചാനൽ പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ അതിന്റെ മേലെ ഒരുപാട് വർക്ക് ചെയ്യുന്നുമുണ്ട്. 3 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയപ്പോൾ അതിൽ സബ്സ്ക്രൈബർ കൗണ്ട് 500 കഴിഞ്ഞിരിക്കുന്നു. ഇത് കണ്ട് നിങ്ങൾക്ക് വളരെ സന്തോഷമായി. എന്നാൽ കുറച്ചു കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോവുകയാണ്. അതായത് നിങ്ങൾ ഉണ്ടാക്കുന്ന അതേ കണ്ടന്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് മറ്റൊരു യൂട്യൂബർ യൂട്യൂബിൽ കാണപ്പെട്ടു. ഞാൻ തുടങ്ങിയിട്ട് 3 മാസമായി, അദ്ദേഹം തുടങ്ങിയിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. പക്ഷെ ആ ആളുടെ സബ്സ്ക്രൈബർ കൗണ്ട് 3000 കടന്നിരിക്കുന്നു. നിങ്ങൾക്കിത് കാണുമ്പോൾ എങ്ങനെ തോന്നും? നിങ്ങൾക്ക് ഒരിക്കലും ഈ കാര്യം ഇഷ്ടപ്പെടാനേ സാധ്യതയില്ല. നിങ്ങൾ ഒരുപക്ഷെ ഇത് കണ്ട് ഡീമോട്ടിവേറ്റ് ആവുകയും നിങ്ങൾ നിങ്ങളുടെ ചാനൽ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാനും സാധ്യതയുണ്ട്. എന്തുകൊണ്ടെന്നാൽ കൂടുതലും ആളുകൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതൊരു ചെറിയ എക്സാമ്പിൾ ആണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ലോകത്തിൽ പലയിടങ്ങളിലുമുള്ള പല ആളുകൾ നിങ്ങളെക്കാൾ ബെറ്റർ ആയിട്ട് അതേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽ ഈ ലോകത്തിലെ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ റയർ ആയിട്ടുള്ള ഒരു സ്കില്ലാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾക്കൊരു കോമ്പറ്റേറ്റർ തീർച്ചയായും ഉണ്ടാകും. ഒരു കോമ്പറ്റേറ്ററിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധ്യമേ അല്ല. അത് കാരണത്താൽ ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കില്ലുകളിൽ നിന്ന് ഡീമോട്ടിവേറ്റ് ആകുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല. നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഞാൻ ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് എത്രയധികം ബെറ്റർ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ ഈ ലോകത്തിലുള്ള പ്രൊഫഷണൽസിനെ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെ കമ്പയർ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾ തീർച്ചയായും ഡീമോട്ടിവേറ്റ് ആവുകയാണ് ചെയ്യുക. നിങ്ങൾ ഇന്നലെ വളർന്നതിനേക്കാൾ ഇന്ന് എത്ര വളരുന്നുണ്ട് എന്നുള്ളത് നോക്കിയാൽ മതി. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മോട്ടിവേഷൻ ലഭിച്ചുകൊണ്ടിരിക്കൂ. ഇന്നിപ്പോൾ ഈ കേട്ട 3 കാര്യങ്ങൾ നിങ്ങൾക്ക് കേട്ടപ്പോൾ ചെറിയ കാര്യങ്ങളായി തോന്നിയിട്ടുണ്ടാകാം. എന്നാൽ നിങ്ങളിത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കുതിച്ചുയരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ആൻഡ് ഷെയർ തീർച്ചയായും ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് ആവശ്യമാണ്, അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും പറയണം. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ടേക്ക് കെയർ.